കേരളത്തെക്കുറിച്ചാവട്ടെ, ബംഗാളിനെക്കുറിച്ചാവട്ടെ, മലപ്പുറം ജില്ലയെക്കുറിച്ചാവട്ടെ ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായി BJP ദേശീയ തലത്തിൽ പല പ്രമുഖ വക്താക്കളിലൂടെയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഈ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പാടെ നമ്മൾ ഈ ഗർഹണീയത എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, അത് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം കൂടി നമ്മൾ എന്തോ ഒരു വലിയ നശിച്ച ഒരു സംഗതിയാണ്. പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ ഒരു അങ്ങേയറ്റം ജീർണമായൊരു സ്ഥലമാണ് എന്നൊക്കെ വിചാരിച്ചാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെയാണ് കരുതിയിട്ടാണെങ്കിൽ എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഉണ്ട്. ആ രാജ്യം ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ഉണ്ടായതാണ്. അവിടെ ധാരാളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്. മതപരമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളതിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ സമീപകാലത്ത് നമ്മുടെ സുഹൃത്തും കൂടിയായ മനോഹരൻ പേരകം എഴുതിയ പുസ്തകമുണ്ട്, ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറയുന്ന നോവലുണ്ട്. ആ നോവൽ ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാണ്. മനോഹരമായ നോവലാണ്. അതിനോടൊപ്പം പറയേണ്ട കാര്യം, അവിടുത്തെ പ്രദേശങ്ങളുടെ പലതരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ സാമൂഹിക ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രവാസിയായ ഒരു പാകിസ്ഥാനിയെക്കുറിച്ചുള്ളതാണ് ആ നോവൽ. പക്ഷേ ഇത് വിവരിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒന്ന് അവിടെ പോകണമെന്ന് തോന്നും, മനോഹരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അവിടെ പാകിസ്ഥാൻ എന്ന് കേട്ട ഉടനെ തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു ജീർണിച്ച അവസ്ഥയാണ് എന്ന് തോന്നുന്ന ഒരു വിവരക്കേടും രോഗാവസ്ഥയൊക്കെ ഉള്ളവർ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനകത്ത് ഉള്ള ഗർഹണീയത എന്ന് പറയുന്നത്, അത് അങ്ങനെ വിശേഷിപ്പിക്കാൻ അവരുടെ ഉള്ളിൽ ഉള്ള വർഗീയതയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും അധികം അവേഴ്സ് ചെയ്യിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അതാണ്. അത് വർഗീയമാണ് അവരുടെ ആ പരാമർശം. തീർത്തും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമോ അല്ലെങ്കിൽ മറ്റത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സംഗതിയോ ഒന്നും വെച്ചിട്ടില്ല ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ എന്ന വിശേഷണം അതത് സന്ദർഭങ്ങളിൽ അവർക്ക് ആരെയാണോ ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് അവർക്കെതിരായിട്ട് പ്രയോഗിക്കാൻ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മലപ്പുറം ജില്ലയെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് 2020. അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. 2021 പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതെല്ലാം കൂടി ബംഗാളിനെ ഒരു മിനി പാകിസ്ഥാനാക്കി കളയുമെന്ന് BJP നേതാക്കൾ പ്രസംഗിച്ചതാണ്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നിതേഷ് റാണ അങ്ങനെ പറയുന്നു. അത് തന്നെ BJP സംസ്ഥാന നേതാക്കൾ ഏറ്റുപിടിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കാണേണ്ടത് ശരിയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആരംഭിച്ച് കേരളത്തിലേക്ക് എത്തുന്നതല്ല, ദേശീയ തലത്തിൽ പണ്ടേ ആരംഭിച്ച് ഒരു ഘട്ടം മുതൽ ആരംഭിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അതിനെക്കുറിച്ച് നമ്മൾ പറയുക, അതൊരു ബ്രാൻഡിങ്. ആ ബ്രാൻഡിങ് ഉപയോഗിച്ച് കേരളത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് കണ്ടത്. അത് സംസ്ഥാന നേതാക്കൾ തന്നെ ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാപ്പർഹിക്കാത്ത ഒരു കുറ്റകൃത്യം BJP നേതാക്കൾ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണണം. കാരണം ഇപ്പോൾ ദേശീയ നേതാക്കളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയണം, അവർ കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത അസംബന്ധങ്ങൾ പറഞ്ഞു കളയും, നുണകൾ പറഞ്ഞു കളയും. ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഈ നിതേഷ് റാണ ആദ്യം ഇത് പറഞ്ഞിട്ട് പിന്നീട് അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ചില കമൻറ്റുകൾ നടത്തിയത് വേണം ശ്രദ്ധിച്ചു കാണും, അജിംസും ശ്രദ്ധിച്ചാണ്. എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം. കേരളത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. മാത്രമല്ല, കേരളത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, 12,400 ഹിന്ദു വനിതകളെ മതം മാറ്റപ്പെടുന്നതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിവരക്കേടും നുണയും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ അർഹത പണ്ടേ നേടിയിട്ടുള്ള ആളുകളാണ് അവർ. പക്ഷേ അതിൻ്റെ ഒരു ഇങ്ങേയറ്റത്ത് കേരളത്തിലെ നേതാക്കൾ കാരണം ഇവിടെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നലെ തന്നെ ആ പറയുന്ന മനുഷ്യന്, ഈ ജയസൂര്യൻ എന്ന് പറയുന്ന ആ ആൾക്ക്, അയാൾ മലയാളിയാണ്, അയാൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നു. അതേസമയം മിനി പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുന്നു. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിൽ MP ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുന്നു. BJPക്ക് ഇവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചാൽ ഒരു നാണവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ഒരു
സ്വഭാവം ഒറ്റ കാര്യമേ ഉള്ളൂ, മുസ്ലിം വിരോധമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അത് കേരളത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയങ്ങളുമായി ബന്ധപ്പെടുത്തി അവരെ ആ നിലയ്ക്ക് അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ വളരെ രാഷ്ട്രീയമായി തന്നെ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ അത് രണ്ടും കൂടി നടക്കും. ഒറ്റ വെടിക്ക് രണ്ട് കാര്യങ്ങൾ അവർക്ക് നടക്കുന്നു. ഒന്ന്, രാഹുലിനെയും പ്രിയങ്കയെയും മുസ്ലിം തീവ്രവാദ വർഗീയ കക്ഷികളുടെ ഒരു പിന്തുണയോടെ ജയിച്ചവരായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിനും ജനാധിപത്യ പാർട്ടികൾക്കുമൊക്കെ നല്ല പേരുള്ള നവോത്ഥാനം വളർന്നു പന്തലിച്ച ഒരു കണക്കിനും അവരുടെ ഈ കളികളിൽ വീഴാത്ത ഒരു സംസ്ഥാനത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നു. ഇതൊരു കളിയാണ്. ഈ കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ദീർഘനാളായി തുടരുന്നതാണ്. അതിനൊക്കെ കേരളം നന്നായി മറുപടി കൊടുക്കുന്നുണ്ട് എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം.